വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ നമുക്ക് വേണ്ടി ഈ നിമിഷം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രത്യേകമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് ഈ നിമിഷം ഓർക്കാം. ആരൊക്കെ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ വന്നിട്ടുണ്ടോ, ആരൊക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, തൻ്റെ നിയോഗങ്ങളും ആവശ്യങ്ങൾക്കു വേണ്ടി പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിച്ചിട്ടുണ്ടോ, അവരുടെ ഒക്കെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ, സങ്കടങ്ങൾ പുണ്യവാൻ നടത്തിക്കൊടുത്തിട്ടുണ്ട്. പ്രത്യേകമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഈ നൊവേന പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സങ്കടങ്ങളും ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ടും വിശുദ്ധ അന്തോണീസിനോടുള്ള ഈ നൊവേന പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടുകൂടെ ഈ നിമിഷം നമുക്കെല്ലാവർക്കും ചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ആത്മീയവും ശാരീരികമായ നന്മകളാലും അത്ഭുതപര സിദ്ധികളാലും ജീവിതകാലത്ത് തന്നെ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിധനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ നാമത്തിലും സുഖസമ്പന്നമായ ജീവിതത്താൽ അങ്ങേ സംപ്രീതനാക്കിയ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥതയിലും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ. ആമേൻ. നിരന്തരമായ ജാഗ്രതയാലും തീക്ഷ്ണമായ പ്രാർത്ഥനയാലും വിശുദ്ധിയുടെ വിളനിലമാവുകയും വേദപുസ്തകത്താലും ധ്യാനത്താലും വേദവിജ്ഞാനികളെ തിരികെയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിലെയും മനുഷ്യരുടെയും മുമ്പിൽ സംപ്രീതനായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ പിതാവിലുള്ള ദൃഢമായ വിശ്വാസത്താലും പാരത്രിക ജീവിതത്തിലുള്ള സജീവമായ ക്ഷണത്താലും ജീവിതത്തെ ധന്യമാക്കുകയും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി ജീവിതത്തെ വിലയായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ദൈവിക പുണ്യങ്ങളും സുവിശേഷ സുഹൃത്തുക്കളിലും അനുദിന വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയിൽ വിളങ്ങിയിരുന്ന ദാരിദ്ര്യാരൂപിയും ജീവിതാളത്യവും ഞങ്ങളെ വളരുവാൻ ഇടവരുത്തണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവിക ദാനങ്ങളും വരങ്ങളും സമൃദ്ധമായി സമ്പാദിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, രോഗികൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും രഹസ്യങ്ങളും ഭാവി കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. അങ്ങയുടെ മധ്യസ്ഥയിൽ ശരണപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കരുണാപൂർവ്വം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സഭയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും മർദ്ദനരെ ആശ്വാസനായി ധ്വാനിക്കുവാനും ദിനരാത്രങ്ങൾ ചെലവഴിച്ച വിശുദ്ധ അന്തോണീസേ, വിശ്വാസ സമാധാനമെതിരായുള്ള എല്ലാ പ്രതിസന്ധികളിലും സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്കുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അപകടങ്ങൾ ചെറിയ യാത്രക്കാരുടെയും വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും അനാഥ ശിശുക്കളുടെയും ആശാകേന്ദ്രമായ അങ്ങ് ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഞങ്ങളെ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സമർപ്പിക്കേണ്ട നിമിഷമാണിത്. നമുക്കെല്ലാവർക്കും ഇരിക്കാം.
വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒത്തിരി ആവശ്യങ്ങൾ ഈ ദിവസങ്ങളിലായിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ മെസ്സഞ്ചറിലുമൊക്കെ ആയിട്ട് ആൾക്കാർ അയക്കുന്നുണ്ട്. അതുവഴി തന്നെ ഒത്തിരി പേര് പോസ്റ്റ് വഴി നിയോഗങ്ങൾ എഴുതി അയക്കുന്നുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. കാരണം മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി അവിടെയാണ്. നമ്മൾ മറ്റൊരാളുടെ നിയോഗം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നിയോഗവും ദൈവം സാധിച്ചു തരും എന്നുള്ളതാണ്. അച്ഛൻ ഇപ്പോൾ ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കും. ആ പ്രാർത്ഥന ആവശ്യങ്ങൾ നമ്മുടെ കുടുംബവുമായിട്ട് ഒത്തിരി സാമ്യമുള്ളതുണ്ടാകാം. കടബാധിതയായിരിക്കാം, രോഗങ്ങളായിരിക്കാം, തടസ്സങ്ങളായിരിക്കാം, ചില വേദനകളായിരിക്കാം, ഭയങ്ങളായിരിക്കാം, ആകുലതകളായിരിക്കാം, എന്തും ആയിക്കോട്ടെ, അത് നമ്മുടെ ജീവിതവുമായിട്ട് ഒത്തിരി ബന്ധമുള്ളതുണ്ടാവാം. ഒത്തിരി മക്കൾ സങ്കടപ്പെടുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയാട്ടോ, ഒത്തിരി പേര്, ഞാൻ പലപ്പോഴും ഓർക്കുന്നൊരു കാര്യം, ഈ ഓൺലൈനിൽ നൊവേന ഇടുമ്പോൾ ഒത്തിരി മക്കൾ നമ്മളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയും, അച്ഛാ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടിയിട്ട് അന്തോണീസ് പുണ്യവാനോട് പ്രാർത്ഥിക്കണം കേട്ടോ. അത് പ്രത്യേകം പറയുന്നൊരു കാര്യം എന്നറിയോ, 1000 പേർക്ക് അതിൻ്റെ നിയോഗങ്ങളിലൂടെ കാര്യങ്ങൾ സാധിച്ച് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്ന് തന്നെ നിങ്ങൾ ഓർത്ത് നോക്കിയേ, എത്രയോ പേര് നന്ദി പറയുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്, പുണ്യവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ കാര്യം നടത്തി തന്നിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഇന്നത്തെ നൊവേനകൾ പലരും നേർച്ചക്കഞ്ഞിയൊക്കെ പലരും ചെയ്യുന്നത് നന്ദി സൂചകമായിട്ട് ദൈവം ചൊരിഞ്ഞ നന്മകൾക്ക്, വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ പ്രാർത്ഥിച്ചു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ടാണ് ചെയ്യുക. നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിച്ചാൽ പുണ്യവാൻ തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, ചിലപ്പോൾ മറ്റൊരാളുടെ പ്രാർത്ഥന വായിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ബോറടിയൊക്കെ തോന്നും. ഞാൻ പറയാം, ബോറടിക്കരുത്. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം തരുന്നൊരു അവസരമാണ്. മാറി നിൽക്കാതെ ഏറ്റവും വിശ്വാസത്തോടുകൂടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. മറ്റൊരാൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ സങ്കടങ്ങൾക്ക് വേണ്ടി പുണ്യവാനെ പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ടും, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സങ്കടങ്ങൾ പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടും, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഈ പ്രാർത്ഥനകൾ ഏറ്റവും ശ്രദ്ധയോടെ കേട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ മകളുടെ പേര് അലീന എന്നാണ്. അവിടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും ചൊവ്വാഴ്ച നൊവേനയിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അച്ഛാ, എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഒരു നല്ല ജോലിക്ക് വേണ്ടി ഒത്തിരി നാളായി പരിശ്രമിക്കുന്നു, പക്ഷെ നല്ലൊരു ജോലി ലഭിക്കുന്നില്ല. എവിടെയോ തടസ്സങ്ങളാണ്. ആ തടസ്സങ്ങൾ മാറി നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി അച്ഛ പ്രത്യേകം പ്രാർത്ഥിക്കണേ. സ്നേഹം നിറഞ്ഞ അച്ഛ, എൻ്റെ രണ്ടാമത്തെ മകൾ ആശ്ലിക്ക് ഒരു കുഞ്ഞു വാവയെ നൽകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അച്ഛ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി, ഇതുവരെ മക്കളൊന്നും ആയിട്ടില്ല. ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയും സങ്കടത്തിലൂടെയാണ് അവർ കടന്നു പോവുക. അച്ഛ, എൻ്റെ 2 മക്കൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നിധിയിൽ ആ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥന സഹായം ചോദിക്കുക. എൻ്റെ ഭർത്താവ് എന്നും മദ്യപിച്ചിട്ടാണ് വരിക. അതോടൊപ്പം തന്നെ മുൻകോപവും. വീട്ടിലെന്നും പ്രശ്നങ്ങളാണ്. ഞങ്ങൾക്ക് 3 കുഞ്ഞുമക്കളാണ്. അവരുടെ ഭാവിക്ക് വേണ്ടി കൂടിയും ഭർത്താവിന് വേണ്ടിയും, ഭർത്താവിൻ്റെ പേര് വർഗീസ് എന്നാണ്, അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മെഡിസിൻ എക്സാം പാസ്സാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. മകളുടെ പേര് ജിസ്മി എന്നാണ്, ജിസ്മി. പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. ആ മകളുടെ പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയത്തിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി, പിന്നെ കുർബാനയെക്കുറിച്ച് പറയുന്നത് പോട്ടെ. പിന്നെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നത്, എൻ്റെ 2 മക്കൾ വിദേശത്താണ്. മക്കൾക്ക് ജോലിയിൽ കയറ്റം കിട്ടുവാനും, അവരുടെ ഒരാളുടെ PR ശരിയായിട്ടില്ല, PR ശരിയാകുവാനും സന്തോഷത്തോടെ അവർ മുന്നോട്ട് പോകാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് മോളി എന്നാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അച്ഛൻ എൻ്റെ മൂത്ത മകന് ഒരു ജോലി ലഭിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ജസ്വിൻ എന്നാണ് ആ മകൻ്റെ പേര്. ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ.
അച്ഛാ, ഞങ്ങളുടെ ഈ നിയോഗം പ്രത്യേകം നൊവേനയിൽ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം ചൊല്ലി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അച്ഛാ, എൻ്റെ നിയോഗം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യവും അതോടൊപ്പം ഒത്തിരി കടബാധ്യതയുണ്ട് അച്ഛാ. അത് മാറാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ മകൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. എൻ്റെ ഭർത്താവിന് ക്യാൻസറാണ്. അതിൻ്റെ അസ്വസ്ഥതകളാൽ ഒത്തിരി വലയുന്നു, വിഷമിക്കുന്നു. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സോണി സ്റ്റീഫൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. കടബാധ്യതകൾ മൂലം ഒത്തിരി വേദനിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി പ്രാർത്ഥന സഹായം ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം കുടുംബ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. യേശുവേ നന്ദി. പ്രിൻസി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. വലിയൊരു പ്രാർത്ഥന നിയോഗമാണ്. മക്കളുടെ പരീക്ഷയുടെ കാര്യവും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകളൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു മകളാണ്. ആ മകളുടെ CMF പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ വേണ്ടിയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ നല്ല കടബാധ്യതയുണ്ട്. ആ കടബാധ്യത മാറാൻ വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സേവ്യർ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ മദ്യപാനവും പുകവലിയും മാറുന്നതിന് വേണ്ടി ഭാര്യ പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം നല്ലൊരു ഭവനം തന്ന് അനുഗ്രഹിക്കാൻ വേണ്ടിയും പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത് ജോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ പ്രാർത്ഥനയാണ്. കുടുംബത്തിൻ്റെ കടബാധ്യത മാറുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മകൻ അഗസ്റ്റിൻ്റെ ജോലി തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ സമർപ്പിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച ഒത്തിരി നാളായി ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്നും തടസ്സങ്ങളാണ്. പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോവുക. വീടിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതിനും നല്ലൊരു ഭവനം പൂർത്തിയാക്കുന്നതിനും കുടുംബ സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് ക്രിസ്റ്റഫർ എന്നാണ്. പ്രത്യേകമായിട്ട് ആ വ്യക്തിയുടെ നിയോഗത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ പേര് റിയ എന്നാണ്. എൻ്റെ സഹോദരൻ്റെ മൂത്ത മകൻ ജന്മന സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ല. കുഞ്ഞിന് ഓട്ടിസത്തിൻ്റെ ബുദ്ധിമുട്ടുകളുമുണ്ട്. ഈ കാരണത്താൽ ആ കുടുംബം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. ഈ കുഞ്ഞിൻ്റെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ പേര് ലയ ഷാജി എന്നാണ്. അച്ഛൻ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി ദിവികാരനാഥൻ്റെ മുമ്പിലും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിലും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ നിയോഗങ്ങൾ എൻ്റെ അനിയൻ്റെ വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടിയും കടബാധ്യതകൾ തീരുന്നതിന് വേണ്ടിയും മക്കളുടെ പഠന വിജയത്തിന് വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സോണിയ എന്നാണ് എൻ്റെ പേര്. എൻ്റെ നിയോഗം എന്നെ പറ്റിച്ച് വിസയുടെ പൈസ കൊണ്ടുപോയവർക്കും മാനസാന്തരം നൽകി ആ പൈസ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും കടക്കെണിയിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തു പരിപാലിച്ച് മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേനയിലും വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥിക്കണേ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ പേര് മെവിൻ ഹെൽന മരിയ. 2 മക്കളുടെ പേരുകളാണ് മെവിൻ, ഹെൽന മരിയ. മക്കളുടെ പഠനത്തിന് വേണ്ടിയും അതോടൊപ്പം കൂടെയുള്ള പനിയും ചുമയും കഫക്കെട്ടുകളും മറ്റ് അസ്വസ്ഥതകളും മാറുന്നതിന് വേണ്ടിയും ഞങ്ങൾക്കൊരു ഭവനം പണിഞ്ഞതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സ്നേഹം നിറഞ്ഞ അച്ഛ, എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. എൻ്റെ കുടുംബത്തിൽ 45 ലക്ഷം രൂപ കടബാധ്യതയുണ്ട്. ആ കടബാധ്യത മാറുന്നതിന് വേണ്ടിയും കുടുംബ സമാധാനത്തിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് ഫിലോമന എന്നാണ്. അച്ഛാ, എൻ്റെ നിയോഗം കുടുംബ സമാധാനമാണ്. മകൻ എന്നും മദ്യപിച്ചാണ് വീട്ടിൽ വരിക. എന്നും പ്രശ്നങ്ങളാണ്. അവൻ്റെ വിവാഹവും കഴിഞ്ഞിട്ടില്ല. സ്ഥിരമായിട്ടൊരു ജോലിക്കും പോകുന്നില്ല. അച്ഛൻ അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.
സ്നേഹം നിറഞ്ഞ അച്ഛ, എൻ്റെ പേര് നിമിത വിനു. പ്രത്യേകമായിട്ട് എൻ്റെ നിയോഗം സ്ഥിരമായൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി മക്കൾക്കുള്ള പഠിക്കാനുള്ള അനുഗ്രഹവും കടബാധ്യതയിൽ നിന്ന് മോചനവും തരാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ പേര് അലീന എന്നാണ്. എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളുടെ അച്ഛന് ക്യാൻസറാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് അതിൻ്റെ അസ്വസ്ഥതകൾ മാറുന്നതിന് വേണ്ടിയും എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിനും യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിസയുടെ തടസ്സം മാറാൻ വേണ്ടി മേരി എന്നൊരു മകൾ പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ എൽസി ഫ്രാൻസിസ് അച്ഛൻ 2 ബാങ്ക് ലോണും വേഗം അടച്ചു തീർക്കുന്നതിന് വേണ്ടിയും, അതോടൊപ്പം തന്നെ ഹസ്ബൻഡിൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ താല്പര്യത്തോടെ കുടുംബ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്നതിന് വേണ്ടിയും കുമ്പസാരിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഈ നിയോഗങ്ങളെല്ലാം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ പേര് സുമി ജോൺസൺ എന്നാണ്. എൻ്റെ മൂത്ത മകൾ സോനയ്ക്ക് എൻജിനീയറിംഗ് പാസ്സായി സ്ഥിര വരുമാനം ഉള്ളൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും, എൻ്റെ മകൾ സ്നേഹ BSc നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. മകളുടെ തണ്ടൽ വേദന പൂർണ്ണമായി മാറുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ സഹോദരന് 40 വയസ്സായി, ജെയിൻ എന്നാണ് അവൻ്റെ പേര്. വിവാഹം കഴിഞ്ഞിട്ടില്ല. അച്ഛാ, എൻ്റെ സഹോദരൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും അവൻ്റെ അസ്വസ്ഥതകളും വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് സേബ സിനോജ്. സ്കോളർഷിപ്പ് പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സവിത എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥന നിയോഗമാണ്. വർഷങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിദേശത്തേക്ക് പോകുന്നതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിനും തുടങ്ങി വെച്ചിട്ടുള്ള വീട് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. B2 പരീക്ഷയുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന എയ്ഡ്രിൻ തോംസൺ എന്ന മകളുടെ വിജയത്തിന് വേണ്ടി, പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മകളുടെ വിജയത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. അതോടെ അടുത്ത വർഷം എൻട്രൻസ് 3ാം തവണ എഴുതുന്ന എൻ്റെ മകൾ ആൻമരിയ തോംസണ് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം സ്നേഹം നിറഞ്ഞ അച്ഛ, എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥന ചോദിക്കുക. പ്രായാധിക്യമുള്ള ഓർമ്മക്കുറവും അതോടൊപ്പം എഴുന്നേറ്റ് നടക്കാനുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട് എൻ്റെ അച്ഛന്. അച്ഛൻ പ്രാർത്ഥനയിൽ എൻ്റെ അച്ഛനെ കൂടിയും അച്ഛൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയും രോഗസൗഖ്യത്തിന് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് ഫിലോ എന്നാണ്. ഒരു ഭവനം പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി. സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അച്ഛാ. വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനും കുടുംബസമാധാനത്തിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ലിസി ജോയ് എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി കിട്ടുവാൻ വേണ്ടിയും, അതോടൊപ്പം തന്നെ ലിജോ എന്ന് പറയുന്ന ഒരു മകൻ്റെ വിസയുടെ തടസ്സം മാറുന്നതിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൽസി ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. എൻ്റെ ഭർത്താവിന് ഷുഗർ, പ്രഷർ, കിഡ്നി സംബന്ധമായ അസുഖം എന്നിവയെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് മക്കളില്ല. എൻ്റെ ഭർത്താവിൻ്റെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിന് വേണ്ടിയും സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ എന്നും ജീവിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകമായിട്ടൊരു കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിലെ ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ അച്ഛ, എൻ്റെ മകൻ അഖിലിൻ്റെ വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഞാൻ MA B.Ed മലയാളം പഠിച്ച വ്യക്തിയാണ്. ജിക്സി മോൾ ഫ്രാൻസിസ് എന്ന് പറയുന്ന വ്യക്തികളുടെ പ്രാർത്ഥനയാണ്. നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. അതോടൊപ്പം BBA കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയുടെ ഉന്നതമായിട്ടുള്ള വിജയത്തിന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. നതാലിയ ജോസഫ് എന്ന് പറയുന്ന മകളുടെ +2 എക്സാമിൽ ഉന്നതമായിട്ടുള്ള വിജയത്തിന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു.
മോളി ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. കുഞ്ഞുമക്കളും വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരുന്നതിന് വേണ്ടിയും വിദേശത്ത് പോകുവാനുള്ള തടസ്സങ്ങൾ, മകളുടെ വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും മകൻ്റെ തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയും സ്നേഹം നിറഞ്ഞ അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിസയുടെ തടസ്സം മാറാൻ വേണ്ടി ഒരു മകൾ പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ആൻസി എന്ന് പറയുന്നൊരു മകള് തലവേദന മൂലം ഒത്തിരി വേദനിക്കുന്നു. മൈഗ്രൈൻ്റെ പ്രശ്നമാണ്, ഒത്തിരി വേദനിക്കുന്നു. ആൻസി എന്ന മകളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ട്രിൻസി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ അച്ഛ, എൻ്റെ അപ്പൻ്റെ ക്യാൻസർ അസുഖം മാറിക്കിട്ടുന്നതിന് വേണ്ടിയും അതോടൊപ്പം അതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ വലിയൊരു ലെറ്ററാണ്, അതിൻ്റെ നിയോഗം മാത്രമാണ് അച്ഛനടുത്ത് വായിക്കുന്നത്. എല്ലാം വായിക്കാനുള്ള നേരം ഇല്ലാത്തത് കൊണ്ടാണ് അച്ഛൻ ആ നിയോഗം മുഴുവൻ മാത്രം പറയുക. പ്രത്യേകമായിട്ട് ആ നിയോഗത്തിന് വേണ്ടി അച്ഛൻ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുക. പ്രത്യേകമായ നിയോഗത്തിന് വേണ്ടി നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ അച്ഛ, ഞങ്ങൾക്കൊരു ഭവനം കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് റോബർട്ട് എന്നാണ്. അച്ഛ, ഒത്തിരി വർഷമായൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എന്നും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഐശ്വര്യ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. അച്ഛ, ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചൊവ്വാഴ്ച നൊവേനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അച്ഛൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയും കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങൾ വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്തതിൻ്റെ സഹോദരന് വേണ്ടി, അതോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അസ്വസ്ഥതകൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സിനി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്ന എൻ്റെ ജീവിത പങ്കാളിയെ അച്ഛൻ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമെന്നും പ്രത്യേകമായിട്ട് സാമ്പത്തിക കടബാധ്യതകൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അന്നമ്മ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. അച്ഛാ, എൻ്റെ 2 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു മകൻ്റെ വിവാഹം നടന്നിട്ടില്ല, അതോടൊപ്പം ഒരു മകൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ അച്ഛ, എൻ്റെ അമ്മയുടെ ക്രയാറ്റിൻ ലെവൽ നോർമൽ ആവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജിൻസൺ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ജാസ്മിൻ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥന കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മരിയ എന്ന് പറയുന്നൊരു മകള് പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു. ബിൽജ എന്ന് പറയുന്നൊരു മകള് തലവേദന, മൈഗ്രൈൻ്റെ പ്രശ്നമാണ്, മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഏനോഷ് എന്ന് പറയുന്നൊരു മകൻ നന്നായിട്ട് പഠിക്കാനും നല്ലൊരു ജോലിയിൽ എത്തിച്ചേരുവാൻ വേണ്ടിയും ഒരു ഇൻ്റർവ്യൂ പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഡെൽവിൻ എന്ന് പറയുന്നൊരു മകൻ്റെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് കുടുംബ സമാധാനത്തിന് വേണ്ടി അതോടൊപ്പം ഒരു കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സിബിന എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. വലിയൊരു പ്രാർത്ഥനാ നിയോഗമാണ്, ഒത്തിരി എഴുതിയിട്ടുണ്ട്. അച്ഛനെല്ലാം വായിക്കാനുള്ള നേരമില്ല, ഒത്തിരി തടസ്സങ്ങളൊക്കെയാണ്. പൈസയുടെ ബുദ്ധിമുട്ടുകൾ, വീട് പണിയുടെ തടസ്സങ്ങൾ, വീട് പണിതിട്ടിട്ട് തറ വരെ വാർത്തിയിട്ടുള്ളൂ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവത്തിന് മുമ്പിൽ ആ മകളെയും ആ മകളുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അലീജ എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥന. എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കരമായ കാലുവേദനയാണ്, തേയ്മാനമാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. 2 കാലിലുമുണ്ട്. അമ്മച്ചി വളരെ കഷ്ടപ്പെട്ടാണ് നടക്കുന്നത് പോലും. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ അമ്മച്ചിക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നിധിയിലെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാഗി സിറിയക് എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് കുടുംബ സമാധാനത്തിനും 2 മക്കളുടെയും നല്ല പഠനത്തിനു വേണ്ടി യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോളി ജോസഫ് എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥന. എൻ്റെ മകൻ ജോയൽ ജോസഫ് 30 വയസ്സായി, ഷിപ്പ്യാർഡിലാണ്, ട്രെയിനി ആണ്. ശാരീരിക അസ്വസ്ഥതകളാൽ ഒത്തിരി വേദനിക്കുന്നു. അവൻ്റെ അസ്വസ്ഥതകൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും അതോടൊപ്പം ആ മകൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വിപിൻ എന്ന് പറയുന്ന ഒരു
മകന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നത് ക്യാൻസറാണ്. ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ലില്ലി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി, മക്കളുണ്ടായിട്ടില്ല, അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം എൻ്റെ ബ്രസ്റ്റിലെ മുഴ മൂലം തൈറോയിഡിലെയും മുഴയും മാറിക്കിടുന്നതിന് വേണ്ടിയും അസുഖങ്ങൾ വരാതെ കാത്തുകൊള്ളണമെന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സതീഷ് കുമാർ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥന, ശാരീരിക അസുഖങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിന് വേണ്ടിയും 20 ലക്ഷം കടബാധ്യതയുണ്ട്, മാറിക്കിട്ടുന്നതിന് വേണ്ടിയും. ഷീബ എന്ന് പറയുന്ന ഒരു മകളുടെ വയറ്റിനുള്ളിലെ ഇൻഫെക്ഷനുകളും പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ആരോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ് കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി. ഒരു മകൻ്റെ പ്രാർത്ഥന നിയോഗമാണ് കേട്ടോ. അവൻ്റെ അറിയാവുന്ന ഭാഷയിൽ കൃത്യമായിട്ട് അവൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. +2 എക്സാമിൽ നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടി. ഷീജ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. 2023 ദേഹത്ത് മുഴുവൻ പൊള്ളലുണ്ടായി, അതുമൂലം ഒത്തിരി പ്രശ്നങ്ങളാണ്. ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി, പക്ഷേ പാടുകളൊക്കെ അവശേഷിക്കുന്നു. അച്ഛൻ പൂർണ്ണമായിട്ടുള്ള രോഗസൗഖ്യത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സാജു എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അരുൺ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥന, വർഷങ്ങളായി ജോലിയില്ല, വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളാണ്, അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. പ്രത്യേകമായിട്ട് എടപ്പള്ളിയിൽ നിന്നൊരു സഹോദരി, പേര് റെജീന എന്നാണ്, ആ മകളുടെ കുടുംബത്തിൻ്റെ നിയോഗം, കുടുംബസമാധാനം, അതുപോലെ തന്നെ കടബാധ്യതകളുണ്ട്, അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയും. പ്രത്യേകമായിട്ട് മകൾക്ക് 2 പ്രാവശ്യം അബോർഷനായിപ്പോയി ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. രാജൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. ഭയങ്കരമായ ദേഷ്യവും പ്രകൃതിയുള്ള ഒരാളാണ്. അച്ഛൻ്റെ ഭർത്താവിൻ്റെ ദേഷ്യപ്രകൃതി മാറുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സീമ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നം, വേരിക്കോസ് വെയിൻ്റെ അസുഖം മൂലം കാലിൽ വേദന അനുഭവപ്പെടുന്നു, അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഷിഗോർ സെബാസ്റ്റ്യൻ നടുവേദനയും അതുമൂലമുള്ള പ്രശ്നങ്ങളുമാൽ വേദനിക്കുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കണേ അച്ഛ. സൗമ്യ എന്ന് പറയുന്നൊരു മകള് വർഷങ്ങളായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എന്നും തടസ്സമാണ്, അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അനു വർഗീസ് എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥന, കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയും മക്കളുടെ പഠനത്തിന് വേണ്ടിയും പ്രത്യേകം അച്ഛൻ പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. റോണി എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രാർത്ഥന, ഞാനും സുഹൃത്തും UK ജോലി കിട്ടുവാൻ വേണ്ടി ഒരു ഏജൻസിക്ക് പൈസ കൊടുത്തു, പക്ഷേ അത് വിജയം കണ്ടില്ല. ആയതിനാൽ കൊടുത്ത പൈസ തിരിച്ചു കിട്ടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. ലിവിന എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥന, കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. എൻ്റെ പേര് തങ്കം ജോസഫ് എന്നാണ്. അച്ഛൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ മകൾക്ക് സോറിയാസിസിൻ്റെ പ്രശ്നമുണ്ട്, അത് സൗഖ്യപ്പെടാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. റിറ്റി എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥന, തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി. അലീന ഗിരീഷ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥന, +2 ഉന്നതമായിട്ടുള്ള മാർക്ക് ലഭിക്കാൻ വേണ്ടി. സോന എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥന, എൻ്റെ അമ്മയ്ക്ക് ഹൈ ഷുഗറും അതോടൊപ്പം തന്നെ BP-യും കൊളസ്ട്രോളും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് തലവേദനയും ബുദ്ധിമുട്ടും ഉണ്ട്, അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സെലിൻ എന്ന് പറയുന്നൊരു മകൻ്റെ പ്രാർത്ഥന, പ്രത്യേകമായിട്ട് സെലിൻ എന്ന മകളുടെ പ്രാർത്ഥന, പ്രത്യേകമായിട്ട് വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി. യേശുവിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. ബ്ലെസ്സി എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥന, ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി. ഷീജ എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥന, കുടുംബത്തിൻ്റെ സ്വത്ത് തർക്കത്തിലാണ്, സഹോദരങ്ങൾ തമ്മിൽ തർക്കങ്ങൾ പരിഹരിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ ഓർക്കാം. സങ്കടങ്ങളും ആവശ്യങ്ങളും എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന
സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായിട്ട് നൊവേനയിലും ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അഞ്ചു കടവിൽ തോട്ടകം, പ്രത്യേകമായിട്ട് ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമൽ ജോണി കൂവയ്ക്കൽ, പ്രത്യേകമായിട്ട് ആ മകൻ്റെ PR കിട്ടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ജോസഫ് വടകരഞ്ചേരി, അപ്പച്ചൻ്റെ ആത്മാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മെറിൻ ജോഷ് നെടിയെടുത്തുകരി, ജിജി ജോഷി, തോമസ് ജോഷി, സോന ആൻഡ് സോണി പാട്ടത്തിൽ, ജോസഫ് വട്ടത്തറ, ജോൺ കൊറിയ, ഫിലിസിയ കൊറിയ, മരിയ കാരുവള്ളി, അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യത്തിനു വേണ്ടി, അനുഗ്രഹ എന്ന മകളുടെ പ്രത്യേകമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കും വേണ്ടി, അനുമോൾ അരുൺ പുളിവേലിച്ചിറ ഗർഭിണിയാണ്, സുഖപ്രസവത്തിന് വേണ്ടി, ബിനോയ് പാട്ടത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി, സാജൻ ജോസഫ് കണ്ണുവെള്ളിയും ആ മകൻ്റെ ജോലിയും മറ്റുള്ള കാര്യങ്ങൾ ശരിയാകുന്നതിന് വേണ്ടി, ജസ്മോൻ ജസ്ന ജോസഫ് നന്നായിട്ട് പഠിക്കുന്നതിന് നല്ല മക്കളായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി, ഒരു വിശ്വാസി ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ജോൺ നടിച്ചിറിയുടെ കുടുംബത്തിന് വേണ്ടി, അഞ്ജലി അൽഫോൻസ സക്രിയ തെക്കേക്കകത്ത് 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയത്തിന് വേണ്ടി, ലിസി ചമ്പമംഗലത്തെ ശാരീരിക അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. നിമ്മി എന്ന് പറയുന്നൊരു മകൾ പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്, വിദേശത്ത് പോകാനായിട്ട് ഒത്തിരി നാളായി പരിശ്രമിക്കുന്നു, അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടുന്നതിന് വേണ്ടിയും നിമ്മി എന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഷിജി എന്ന് പറയുന്നൊരു മകളെ വിദേശത്താണ്, ഒത്തിരി വേദനകളും സങ്കടങ്ങളും ഒക്കെ മകൾക്കുണ്ട്. ആ മകൾ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. ഷിജി എന്ന മകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ടിസ്മോൾ എന്നൊരു മകളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. കുടുംബത്തിൽ ഒത്തിരി വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട്. ആ മകളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആൻമരിയ എന്ന മകൾ 10 വയസ്സേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, പ്രത്യേകമായിട്ട് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്, ക്യാൻസറാണ്. 10 വയസ്സായപ്പോഴേക്കും ക്യാൻസറിൻ്റെ ഒത്തിരി വിഷമത്തിലൂടെയാണ് ആ മകൾ കടന്നു പോവുക. ആ മകളുടെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോ സങ്കടങ്ങളും ഈ നിമിഷം ഓർക്കാം. വിശ്വാസത്തോടെ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ നമുക്കത് സമർപ്പിക്കാം. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ നമ്മുടെ ഈ നിയോഗങ്ങളെല്ലാം സാധിച്ചു തരും, നമ്മുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു തരും. പ്രത്യേകമായിട്ട് ദൈവത്തിന് നിരക്കുന്നതാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ നിയോഗം, എൻ്റെ ആവശ്യം പ്രത്യേകമായി ദിവ്യകാരുണ്യ നാഥൻ്റെ മുമ്പിൽ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഗാനം ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം ആലപിക്കാം.
ക്ലേശങ്ങൾ സഹിക്കുവാൻ നിറഴിയിൽ ചരിപ്പാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ സന്നിധിയിൽ സിദ്ധനാമന്തോണീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധ അന്തോണീസിനെ അലങ്കരിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ തിരുസുതനായ ഈശോമിശിഹായുടെയും മാതാവും കന്യകയുമായ മറിയത്തിന്റെയും നീതിമാനായ യോസേപ്പിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃതങ്ങളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കരുണാപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങേ പ്രസാദിപ്പിച്ച വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേകാനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്ക് ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോകജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ നൊവേനയിൽ സംബന്ധിച്ച ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.